بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا ولمشايخنا لأساتذتنا وارزقنا اتباع الحبيب محمد صلى الله عليه وسلم. ഇന്ന് നമുക്ക് വാടകക്ക് കൊടുക്കല് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ചർച്ച ചെയ്യാനുള്ളത്. അതിനു മുമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ വായിക്കുന്നു. റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഅ ഫീ അർളി ഖൗമിൻ, ഒരു ഖൗമിന്റെ ഭൂമിയിൽ ഒരാൾ കൃഷി ചെയ്താൽ, ബിഗൈരി ഇദ്നിഹിം, അവരുടെ സമ്മതമില്ലാതെ കൃഷി ചെയ്താൽ, ഫലൈസ ലഹു, അവനില്ല, മിന സറഇ, കൃഷിയിൽ നിന്നും ഷൈഉൻ, ഒരു വസ്തുവും ഇല്ല. കൃഷിയിൽ നിന്ന് ഒരു വസ്തുവുമില്ല എന്ന് ആണ് ഇവിടെ പറയുന്നത്. വലഹു നഫഖത്തുഹു, അവൻക്ക് ചെലവുണ്ട്. മറ്റൊരാളുടെ ഭൂമി കൃഷിയിൽ നിന്നും ആർക്ക് എന്തില്ല, ആ കൃഷി ചെയ്താൽ ഒന്നും കിട്ടൂല. പക്ഷെ അവിടെ വലഹു നഫഖത്തു, അവൻക്ക് ചെലവ് കിട്ടും എന്ന് പറഞ്ഞാല് അവന്റെ തൊഴിലിന്റെ കൂലി കിട്ടും. അവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണ്. ചിലര് പറഞ്ഞു, ആ കൃഷി വിത്തിന്റെ ഉടമസ്ഥൻക്ക് കൃഷി കൊണ്ടേകാം, ഭൂമിക്കാരൻക്ക് വാടക കൊടുത്താൽ മതി. ഇവിടെ പറഞ്ഞ് ആ കൃഷി ചെയ്ത കൃഷി ഒന്നും കിട്ടൂല, അവൻക്ക് എന്ത് കിട്ടും? കൃഷിയുടെ ഒരു വാടക, കൃഷിയുടെ അവൻ തൊഴിലിന്റെ ഒരു കൂലി കിട്ടും. ഭൂമിന്റെ ഉടമസ്ഥൻ ആ കൃഷിയുടെ വരുമാനം കൊണ്ടുപോകും എന്നാണ് ഇപ്പൊ ഈ ഹദീസിന്റെ ലാഹിർ. പക്ഷെ ഈ ഹദീസ് ദഈഫാണ് എന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മുടെ മദ്ഹബിലെ പണ്ഡിതന്മാർ അത് സ്വീകരിക്കാത്തത്. നമ്മുടെ മദ്ഹബില് പൊതുവെ ആ വിത്തിന്റെ ഉടമസ്ഥൻക്കാണ് അതിന്റെ വരുമാനം കിട്ടുക. ഭൂമിന്റെ ഉടമസ്ഥൻക്ക് അതിന്റെ വാടകയായിട്ട് എന്തെങ്കിലും കൊടുക്കണം. റവാഹു തിർമിദി അബൂ ദാവൂദ് ഖാല തിർമിദി, അതാ ഹദീസുൻ ഗരീബ്. ഒരു ഹദീസ്, മറ്റൊരു ഹദീസ്, വൻ ഖൈസ് ഇബ്നു മുസ്ലിമിൻ അൻ അബീ ജാഫർ റളിയല്ലാഹു അൻഹു ഖാല മാ ബിൽ മദീനത്തി, അബൂ ജാഫർ റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിൽ അഹ്ലു ബൈത്തി ഹിജ്റത്തിൻ, ഹിജ്റ പോയ ഒറ്റ വീട്ടുകാരുമില്ല. ഇല്ലാ യസ്റഊന, അവരൊക്കെ കൃഷി ചെയ്യുന്നവരായിരുന്നു. അല സുലുസി, മൂന്നിലൊന്ന് കൂലി വരുമാനം കിട്ടുന്നതിന്റെ മൂന്നിലൊന്നിന്റെ മേലിൽ. അപ്പൊ മുസാറയാണ്. റുബി, നാലിലൊന്നിന്റെ മേലോ. സാറ അലിയൻ, അലിയാര് കൃഷി ചെയ്തു. സഅദ് ഇബ്നു മാലിക് എന്നവരും, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നവരും, അംർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരും, വൽ ഖാസിമു വഉർവത്തു വആലു അബീ ബക്കറിൻ, ഖാസിമി, ഉർവ, അതുപോലെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബം, വആലു ഉമർ, ഉമർ റളിയല്ലാഹുവിന്റെ കുടുംബം, വആലു അലിയിൻ, അലിയാരുടെ കുടുംബം, ഇബ്നു സീരീൻ എന്നവരൊക്കെ കൃഷി ചെയ്യുന്നവരായിരുന്നു. വഖാല അബ്ദുറഹ്മാൻ ബിൻ അസ്വദ്, അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു ശാരിക് അബ്ദുറഹ്മാൻ ബിൻ യസീദ, ഞാൻ അബ്ദുറഹ്മാൻ ബിൻ യസീദിനോട് പങ്കായിരുന്നു ഫിസ്സറി, കൃഷിയില്. വആമല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു തൊഴിലാളി, അന്നാസ, തൊഴിലിന് കൂട്ടുനിന്നു, തൊഴിലിൽ പങ്കാളിയായി. അന്നാസ, ജനങ്ങളോട്. അല ഇൻജാ ഉമർ ബിൽ ബദരി മിൻ ഇൻദിഹി, എന്താണ് വ്യവസ്ഥ? അല, ഒരു വ്യവസ്ഥയുടെ മേലിൽ. ഇൻജാ ഉമർ, ഉമർ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ, ബിൽ ബദരി, വിത്തിന്, മിൻ ഇന്ദി, ഉമറിന്റെ കയ്യിൽ നിന്ന്, വലഹു ശത്രു, നാളെ ഉമറിന് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിന് പകുതി. വഇൻജാഉ ബിൽ ബദരി, തോട്ടക്കാരാണ്, ഭൂമിയുടെ ഉടമസ്ഥരാണ് ബദറിനെ വിത്തിനെ കൊണ്ടുവരുന്നെങ്കിൽ, ഫലഹും കഥ, അവർക്ക് ഇത്ര എന്നൊക്കെ വ്യവസ്ഥ എഴുതിയിട്ട്. അപ്പൊ മുസാറ പറ്റുമോ ഇല്ല എന്ന നേരത്തെ ഒരു ചർച്ച നടന്നല്ലോ.
മുസാറ പറ്റുമെന്ന പണ്ഡിതന്മാര് ആണ് ഈ പണ്ഡിതന്മാര്. അപ്പൊ നേരത്തെ വിരോധിച്ച ഒരു മുസാറയുണ്ട്. മുസാറ എന്ന് പറഞ്ഞാല് ഇത്ര വീതത്തിന്റെ മേലിൽ എന്താക്ക, വിത്ത് ആരെടുക്ക, ചിലപ്പോ തോട്ടത്തിന്റെ ഉടമസ്ഥ എടുക്കുക, അല്ലെങ്കിൽ അതിന് മുസാറ. മറ്റേത് മുഹാബറ എന്നറിയും, കൃഷിക്കാര് വിത്തെടുക്കും, ഭൂമി മറ്റൊരാൾതും. അവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഇത്ര ശതമാനം എന്ന് നിശ്ചയിച്ച് പറയാൻ പറ്റുമോ ഇല്ല എന്ന് പണ്ഡിതന്മാർക്ക് ഖിലാഫുണ്ട്. ഷാഫി മദബിലെ ധാരാളം പണ്ഡിതന്മാർ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഒരു ഇഖ്തിയാറിൽ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെയുള്ള തെളിവുകളായിരിക്കും ഇത്. സഹാബികൾ പലരും പറ്റുമെന്ന് പറഞ്ഞ തെളിവാണ്. പിന്നെ വിധങ്ങൾ വിരോധിച്ച ചില ഹദീസുകളുണ്ട്. ആ ഹദീസിന്റെ ആശയം എന്ത്? അത് നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ റാഫിബിൻ ഖദീജ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, തോട്ടത്തിന്റെ ഒരു ഭാഗത്തെ കൃഷി ഒരാൾക്കും മറ്റേ ഭാഗത്തെ കൃഷി മറ്റേയാൾക്കും. കൃഷി ചെയ്യുന്ന ആൾ ഒരാളായിരിക്കും, തോട്ടത്തിന്റെ ഉടമസ്ഥ വേറൊരാളായിരിക്കും, എന്നായിട്ട് കൃഷി ചെയ്യല് വേറൊരാളും. അങ്ങോട്ടെ വരുമാനം എങ്ങനെ കണക്കാക്കും? ഒരു ഭാഗത്തുള്ള അതിന്റെ തോടിന്റെ ഒക്കെ ഭാഗത്തുള്ളത് ഒരാൾക്കും മറ്റേ ഭാഗത്തുള്ളത് മറ്റേയാൾക്കും എന്നൊക്കെ നിശ്ചയിച്ചുകൊണ്ട്. അപ്പൊ ഒരു ഭാഗം ചിലപ്പോ കൃഷി വളരും, മറ്റേ ഭാഗം കൃഷി ഉണ്ടാവൂല. അങ്ങനെ നഷ്ടത്തില് ഒരാൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറ്റൂല എന്നാണ് പറഞ്ഞത്, എന്നാണ് വിരോധിച്ച കൃഷി ഇങ്ങനെ മുസാറ മുഹാബറയുടെ പറ്റി പറഞ്ഞത്. ഇനി നമുക്ക് ബാബുൽ ഇജാറ അതിലേക്ക് കടക്കാം. ഇജാറത്ത് എന്ന് പറഞ്ഞാൽ വാടകക്ക് കൊടുക്കുന്ന ഏർപ്പാട്. അതിന് നമ്മൾ സാധാരണ നടക്കുന്ന ഒരു ഏർപ്പാടാണ്. അതിന്റെ ചില ഹദീസുകൾ നമുക്ക് വായിച്ചാം. അൻ അബ്ദുല്ലാഹിബ്നു മുഗഫർ റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയുന്നു, സഅമ സാബിത്ത് ഇബ്നു അൽ-ലഹാഖ് വാദിച്ചു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നഹാനിൽ മുസാറ വിരോധിച്ചു. കൃഷി പാട്ടത്തിന് കൊടുക്കൽ തന്നെയാണത്. ആ വിരോധം നമ്മൾ നേരത്തെ പറഞ്ഞു. കൃഷിയുടെ ഒരു ഭാഗം ഭൂമിക്കാരനും കൃഷിയുടെ മറ്റേ ഭാഗം കൃഷിക്കാരനും എന്ന നിലക്കാകാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. മറിച്ച് കിട്ടുന്നതിന് എത്ര ശതമാനം നിലക്കാവാം എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അല്ല അതും പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വിരോധം നിരുപാധികം പറഞ്ഞവരുണ്ട്. ഏതായിരിക്കട്ടെ. വാമറബിൽ മുആജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാടകക്ക് കൊടുക്കാൻ കൽപ്പിച്ചു. ഭൂമി ഉണ്ടെങ്കിൽ എന്താക്ക, വാടക നിശ്ചയിച്ചിട്ട് വാടക കൊടുക്കുക. അല്ലാതെ കിട്ടുന്ന വരുമാനത്തിൽ ശ്രമം വാടക നിശ്ചിത അളവാകണം. ഫഖാല ലാ ബഅസ ബിഹി, മുആജറ കൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞു. വാടക കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. മുസ്ലിം. വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജാമ ചെയ്തു, കപ്പിംഗ് ചെയ്തു. ഫഅത്തൽ ഹജ്ജാമ, ഹിജാമ ചെയ്ത ആൾക്ക് നബി തങ്ങൾ നൽകിയ അജ്ർ, അയാളുടെ കൂലിയെ. വസ്താത്ത, നബി തങ്ങളെ നസ്യം ചെയ്യുകയും ചെയ്തു, മൂക്കില് നസ്യം ചെയ്യുകയും ചെയ്തു. വാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതും പ്രതിഫലം വാങ്ങിയിട്ടായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയൻ, അല്ലാഹു തആല നബി അയച്ചിട്ടില്ല, ഇല്ലാ റഅൽ ഗനമ, ആടിനെ മേച്ചിട്ടല്ലാതെ. ആടിനെ മേക്കുന്നവരായിരുന്നു നബി തങ്ങളെ, അത് വാടകക്കാണ്. കാല സഹാബോ, നബി തങ്ങളെ സഹാബത്ത് ചോദിച്ചു, എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്താ തങ്ങളും അങ്ങനെയാണോ? കാല, അപ്പോൾ ആടിനെ മേക്കുന്നതിനുണ്ട് കുറെ ഗുണങ്ങളുണ്ട്. സഹനവും സ്നേഹവും ഒക്കെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയും എന്നതാണ് ഒരു പോയിന്റ്. കാരണം ആടുകളെ മേക്കാൻ നല്ല സഹനം വേണം. ഫഖാല, അപ്പോൾ നബി തങ്ങളെ നിങ്ങളും അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. കൊന്തുറ, ഞാനും ആടിനെ മേക്കാറുണ്ട്. അതാ കറാറീത്ത, കറാറീത്തിന്റെ മേലിൽ, കറാറീത്ത് എന്ന സ്ഥലത്ത് വെച്ച് എന്നൊരർത്ഥമുണ്ട്. അതൊരു സ്ഥലത്തിന്റെ പേരാണ്. അല്ലെങ്കിൽ ഒരു ദിർഹമിന്റെ 1/6 പ്രതിഫലത്തിന്റെ മേലിൽ, അതിനും കറാറീത്ത് എന്ന് പറയും. ജമ്മു കീറാത്ത്, കീറാത്തിനുമാണ് കറാറീത്ത്. കീറാത്തുകളുടെ മേലിൽ മക്കക്കാർക്ക് വേണ്ടിയുള്ള ആടുകളെ ഞാൻ മേക്കാറുണ്ട്. അപ്പൊ നബി തങ്ങൾ വാടകക്ക്
നിന്നിരുന്നു എന്ന് മനസ്സിലായി. വഅൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നു, സലാസത്തുൻ അന ഖസ്മുഹു, മൂന്നാളുകൾ ഞാൻ അവരുടെ എതിരാളിയായിരിക്കും, അവരുടെ പ്രതിയോഗിയായിരിക്കും. അല്ല പറയാണ്, ഞാൻ പ്രതിയോഗിയായിരിക്കും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. മൂന്നാളുകൾ ആരാണ്? റജുലുൻ അത്താബി സുമ്മ ഖദറ, റജുൽ ഒരാളാണ്, അത്താബി അവൻ നൽകി, ബി എന്നെ കൊണ്ട് നൽകി എന്ന് പറഞ്ഞ എന്റെ പേര് പറഞ്ഞിട്ടോ എന്നെ വെച്ചിട്ടോ നൽകി, സുമ്മ ഖദറ പിന്നെ അവൻ ചതിച്ചു. വറജുലൻ മറ്റൊരു മനുഷ്യൻ, ബാ അവൻ വിറ്റു, ഹൊറൻ സ്വതന്ത്രനെ പിടിച്ചിട്ട്, ഫാക്കല സമനോ അതിന്റെ വില തിന്നു. സ്വതന്ത്രം പിടിച്ചു വെക്കാൻ പാടില്ലല്ല, അടിമനല്ലേ വെക്കല്. വറജുലൻ മറ്റൊരു മനുഷ്യൻ, ഒരാളെ വാടകയ്ക്ക് വിളിച്ചു, ഫസ്തൗഫ മിൻഹു അവരിൽ നിന്നോ ജോലിയൊക്കെ പൂർത്തിയാക്കി എടുത്തു, ഫലം യുത്തിയാജർ അവന്റെ കൂലി നൽകിയില്ല. റവാഹുൽ ബുഖാരി. ഞാൻ അവന്റെ ഖസ്മാണ്, അവന്റെ പ്രതിയോഗിയായിരിക്കും ഖിയാമത്ത് നാളിൽ. ഇനി മറ്റൊരു ഹദീസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നഫറ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സഹാബിമാരിൽ ഒരു സംഘം, മർറു ബിമാഇൻ സഹാബിമാരെ ഒരു മാഇന്റെ അരികിലൂടെ, മായിലൂടെ നടന്നു. മാ എന്ന് പറഞ്ഞാൽ അവിടെ പല അർത്ഥവുമാകാം. ഒരു കബീലന്റെ പേരാണ്, ഒരു കുടുംബ പേരാണ് എന്ന് പറയപ്പെട്ടിരിക്കണേ. ഏതായിരിക്കട്ടെ, മായ കുടുംബത്തിന്റെ അരികിലൂടെ നബി തങ്ങളുടെ സഹാബിമാർ നടന്നു. ഫീഹിം ലദീഖുൻ ഔ സലീമുൻ, അവിടെ ആരുണ്ട്? ലദീഖുണ്ട്, അതായത് തേള് കടിച്ചിട്ട് എന്തോ പ്രശ്നമുള്ള ആള്. ഔ സലീമുൻ, അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ സലീം എന്നറിയും. ഫഅറദലഹും, സഹാബിമാർ നടക്കുമ്പോൾ, ഫഅറദലഹും സഹാബിമാരുടെ അടുത്തേക്ക് വെളിവായി, റജുലുൻ ഒരാള്, മിൻ അഹ്ലിം അൽ മായി, ആ മായ കുടുംബത്തിൽപ്പെട്ട ഒരാള്. ഫഖാല, അയാൾ ചോദിച്ചു, അൽഫീകും മിൻ റാക്കിൻ, നിങ്ങളെ കൂട്ടത്തില് മന്ത്രിക്കുന്ന ആളുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന ഫിൽ മായി, ഞങ്ങളെ ഈ മായ കുടുംബത്തിലുണ്ട്, ലദീഖൻ ഒരു തേള് കടിച്ചാള്, സലീമൻ അല്ലെങ്കിൽ പാമ്പ് കടിച്ചാള്. പന്തലക്ക റജുലും മിൻഹും, അപ്പൊ സഹാബിമാരിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ ഒരാള് പോയി അവരെ മന്ത്രിക്കാൻ വേണ്ടി. ഫഖറാബി ഫാത്തിഹത്തിൽ കിതാബി, ഫാത്തിഹ ഓതി, അലാ ശാഇൻ, ആട് പ്രതിഫലമായിട്ട്, സിയാഹ് ഷാത്ത് എന്ന് പറയുന്നത് ഷാ എന്നും പറയും. ആടുകൾ പ്രതിഫലമായിട്ട്, ആട് പ്രതിഫലം നൽകണം തന്നെ. ഓ, ആട് നല്ല വില ഉണ്ടാവും. ആ അസുഖം മാറി. അദ്ദേഹം ആടിനെ കൊണ്ടുവന്നു, ഇലാ അസ്ഹാബി, അദ്ദേഹത്തിന്റെ അനുയായികളുടെ അരികിലേക്ക്, കൂട്ടുകാരുടെ അരികിലേക്ക്. ഫകരിഹു ദാലിക, കൂട്ടുകാരതിനെ വെറുത്തു. ഇങ്ങനെ ആടിനൊന്നും വാങ്ങാൻ പാടില്ല, മന്ദിർഷിണീന്ന് പറഞ്ഞു. വക്കാൽ, അവര് പറഞ്ഞു, അഖത്തല കിതാബില്ല, അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് നീ വാങ്ങുകയാണ് അജറം പ്രതിഫലം. ഹത്താ ഖദിമു, അവര് മുന്നിട്ട് വന്നു, അൽ മദീനത്ത, മദീനയിലേക്ക് ലാസ്റ്റ് വന്നപ്പോൾ. ഫഖാലു, അവര് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാന്റെ റസൂല, അഖദ ഇയാള് എടുത്തിട്ടുണ്ട്, അലാ കിതാബില്ല, ഖുർആൻ ഓതിയിട്ട് അജറൻ കൂലി വാങ്ങിയിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് പറയുന്ന, അഹക്കമ ഒന്നിലേറ്റവും അവകാശം, അഖത്തും നിങ്ങൾ പിടിച്ച, അലേഹി അതിന് അജറൻ കൂലിയാ, നിങ്ങൾ എടുത്ത ഒന്നിൽ ഏറ്റവും അവകാശം, കിതാബുള്ള അള്ളാന്റെ ഖുർആനാണ്, ഖുർആൻ ഓതി മന്ദിരിച്ച കൂലി വാങ്ങാം. റവാഹുൽ ബുഖാരി. ഫീ റിവായത്തിൻ നസബ്തും, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നല്ലതാണ് ചെയ്തത്. ഇഖ്സിമു, നിങ്ങൾ ആ കിട്ടിയ ആട് ഓഹരി വെക്കൂ. അലരിബൂലി, എനിക്കും നിങ്ങൾ നൽകൂ. മാക്കു, നിങ്ങളെ കൂടെ സഹമൻ, ഒരു വീതം, എനിക്കൊരു വീതം തന്നാളി എന്നറിഞ്ഞു. അപ്പൊ പഠിപ്പിച്ച സ്ഥാനം കൊടുത്തു അല്ലേ. അത് നബി തങ്ങൾ അവരോട് ഒരു സന്തോഷത്തിന് എല്ലാവർക്കും കൂടെയാണ് കൊടുത്താളി എന്ന് പറഞ്ഞതാ. അങ്ങനൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുക, നിർബന്ധമല്ല. അദ്ദേഹത്തിന് കിട്ടിയതാണ്, അദ്ദേഹത്തിന് സ്വന്തം എടുക്കാം, പക്ഷെ അദ്ദേഹത്തിന് തൃപ്തിയോടെ എല്ലാവരും കൊണ്ട് എടുത്തു. ഇനി മറ്റൊരു ഹദീസ്, ഖാരിജത്ത് ഇബ്നു സൽദ് റളിയല്ലാഹു അൻഹു അമ്മിഹി, അവരെ പിതൃവിനെ തൊട്ട്, കാല അവര് പറയുന്ന, അഖ്ബൽന ഞങ്ങൾ മുന്നിട്ട്, മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഞങ്ങൾ മുന്നിട്ടോ. ഫാത്തൈന, ഞങ്ങൾ നബി തങ്ങൾ അരികിൽ നിന്ന് ഞങ്ങൾ പോയി.
ഫാത്തൈന ഞങ്ങൾ വന്നു അലാ ഹയ്യിൻ മിനൽ അറബി, അറബികളിൽ നിന്നുള്ള ഒരു കുടുംബത്തിന്റെ അരികിലേക്ക്. അരികിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഫക്കാലു, അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു, നിശ്ചയം നിങ്ങൾ നിങ്ങൾ വരുന്നത് മിന്നിന്റെ ഹാദർ റജുലി, ആ മനുഷ്യന്റെ അരികിൽ നിന്നാണല്ലോ. ബിഖൈരിൻ, നിങ്ങള് എന്തോ ഖുർആൻ ഉണ്ടല്ലോ നിങ്ങളുടെ അടുക്കല്, ഖുർആനുമായാണല്ലോ നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ അടുക്കൽ എന്തോ ഒരു നല്ല ഒരു വചനങ്ങളുണ്ടല്ലോ. ഫഹൽ എന്തൊക്കും മിന്ദായി, നിങ്ങളുടെ അരികില് ചികിത്സിക്കുന്ന ആളുണ്ടോ, റുഖിയ്യത്തിൽ മന്ത്രമുണ്ടോ, മരുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. മിന്ദായി എന്ന് പറഞ്ഞ മരുന്ന്, ഔ റുഖിയ്യത്തിൽ മന്ത്രമുണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് ഞങ്ങളെ അരികിലുണ്ട് മഅതൂഹം ഫിൽ ഖുയൂദി, ചങ്ങലയിൽ കെട്ടിയിടപ്പെട്ട ഒരാളുണ്ട്, അയാളെ മന്ദിരിക്കുമെന്ന് വെച്ച്. ഫഖുൽന, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞാൻ അതേ. അപ്പൊ അവര് കൊണ്ടുവന്നു ബിമാതൂഹിൻ ഫിൽ ഖുയൂദി, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരാളെ കൊണ്ടുവന്നു. ഫഖറഅതു ഖാരിജത്ത് ബിൻ സൽത്ത് റളിയല്ലാഹു അൻഹു, അവരുടെ അമ്മ പറയുകയാണ്, ഫഖറഅതു അലൈഹി ബി ഫാത്തിഹത്തിൽ കിതാബി, ഞാൻ അയാളെ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. സലാസത്ത അയ്യാമിൻ, 3 ദിവസം മന്ത്രിച്ച്. ഗുദുവത്തം വാശിയത്തെ, രാവിലെയും വൈകുന്നേരം മന്ത്രം. അജ്മാവു, ഞാൻ ഒരുമിച്ച് കൂട്ടും. മുസാക്ക്, എന്റെ തുപ്പ് നീര്. സുമത്ഫുല്, ഞാൻ തുപ്പും ഫാത്തിഹ ഓതിയിട്ട്. കാലാ, അദ്ദേഹം പറയാണ്, മന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ ആ കെട്ടിയിടപ്പെട്ട ആള്, ആ രോഗി, ഉന്മേഷമാക്കപ്പെട്ടു. മിനിക്കാലിൻ, ഒരു കെട്ടിൽ നിന്നും ഇങ്ങോട്ട് അയക്കപ്പെട്ടതുപോലെ നല്ല ഉന്മേഷത്തിൽ നിന്നു. ഫഅതൗനി, അവരെനിക്ക് നൽകി. ജുഅലൻ, ഒരു സമ്മാനം. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ലാ, എനിക്കിപ്പോ സമ്മാനം വേണ്ട. തസ്അലൻ നബിയ, ഞാൻ നബിയോട് ചോദിക്കട്ടെ, സമ്മാനം വാങ്ങാൻ പറ്റുമോ മന്ത്രിച്ചാല്. ഫഖാല, അപ്പോ നബിതങ്ങളോട് ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, കുൽ, വാങ്ങിക്കോ, തിന്നോ, കുഴപ്പമൊന്നുമില്ല. പല അമ്രി, അള്ളാഹുവിന്റെ പല അമ്രി, എന്റെ ആയുസിനെ തന്നെയാണ് സത്യം. ലമൻ അക്കല ബിറുഖിയ്യത്തിൻ ബാത്തില, ലമൻ വല്ലവനും അക്കല തിന്നാല് ബിറുഖിയ്യത്തിൻ ബാത്തില്, ബാത്തിലായ മന്ത്രം കൊണ്ട് തിന്നാൽ അത് ശിക്ഷയാണ്. ലഖദ് അക്കൽത ബിറുഖിയ്യത്തി ഹഖിൻ, നീ ഭക്ഷിക്കുന്നത് ഹക്കിന്റെ മന്ത്രം കൊണ്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ മന്ത്രിച്ചാൽ പ്രതിഫലം വാങ്ങാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞു. ഇത് മറ്റേ സംഭവമല്ല എന്ന് മനസ്സിലാവുന്നു. മറ്റേത് അവിടെ മാട് ആദ്യം തന്നെ പറഞ്ഞിട്ടാ മന്ത്രിക്കാൻ പോയത്. അപ്പൊ ഇതൊക്കെ വാടകയാണ്, വാടക എടുക്കുക എന്നാണ് മനസ്സിലാവുന്നത്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു, അവരിൽ നിന്നും കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, അത്തുല്ലജീറ, വാടകക്കാരന് നിങ്ങൾ പ്രതിഫലം നൽകുക, അജ്റഹു, അയാളുടെ കൂലി, ഖബല അയ്യജിഫ അറഖുഹു, അയാളുടെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ്. റവാഹു ഇബ്നു മാജ. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഇനിയുണ്ട്. വഅനിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ലിസ്സായിലി ഹഖ്ഖുൻ, ചോദിക്കുന്നവന് ഒരു കടമയുണ്ട്. വഇൻജാല ഫർസിൻ, കുതിരപ്പുറത്ത് വന്ന് ചോദിക്കുകയാണെങ്കിലും ചോദിക്കുന്നവൻ എന്തെങ്കിലും നൽകണം. വലിയ ആളാണ്, കുതിരപ്പുറത്തൊക്കെ വരുന്നത് കണ്ട, എന്താക്കാൻ വരുന്നത്, എന്തൊക്കെ പൈസ ആണെന്ന് പറഞ്ഞു കാണാൻ വന്നിക്കണം, എന്നാലും എന്തെങ്കിലും കൊടുക്കണം. റവാഹു അഹ്മദ് വഅബൂ ദാവൂദ് ഫിൽ മസാബീഹ് മുർസലുൻ. അൻഉത്ബത്ത് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു ഖാൽ, ഉത്ബ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ, ഞങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലായിരുന്നു. ഫഖറഅ, നബി തങ്ങൾ ഓതി, തോസീമീം ഹത്താ ബല ഖിസ്സത മൂസ, മൂസാ നബിയുടെ ചരിത്രത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഓത്ത്, ഖാല ഇന്ന മൂസ, നബി തങ്ങൾ പറഞ്ഞു, മൂസാ നബി ആജറ നഫ്സഹു, സ്വന്തം ശരീരത്തിന് വാടകക്കാക്കി എന്ന് പറഞ്ഞാല് തൊഴിലെടുത്തു. സമാന സിനിൻ, 8 കൊല്ലം കൂലിക്ക് തൊഴിലെടുത്തു. ഔ അശറ, അല്ലെങ്കിൽ 10 കൊല്ലം. അലാ ഇഫത്തി ഫർജിഹി, എന്തിനു വേണ്ടി, അവരുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി. വതആമി ബത്നിഹി, വയറ്റിലെ ഭക്ഷണത്തിന് വേണ്ടിയോ എന്ന് പറഞ്ഞാൽ ഭാര്യയും കൊടുത്തു, ഭക്ഷണം കിട്ടി. ഷുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ജോലി എടുത്തു മൂസാ നബി.
റവാഹു അഹ്മദ് ഇബ്നു മാജ വൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് കാല അവർ പറയുന്നു ഖുൽതു ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലെ റജുലുൻ അഹദ ഇലയ്യ ഖൗസൻ ഒരു മനുഷ്യനുണ്ട് അഹദ ഇലയ്യ ഖൗസൻ അയാൾ എനിക്ക് ഒരു കൗസ് ഒരു വില്ല് തന്നിട്ടുണ്ട് ഹദിയായിട്ട് മിമ്മൻ ഒരുത്തനാണ് കുന്തു ഞാനായിരുന്നു അല്ലിമുൽ കിതാബ വൽ ഖുർആന ഞാൻ അയാൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അയാളാണ് എനിക്കിത് തന്നത് വലൈസത്ത് ബിമാലിൻ അത് മുതലല്ല വലിയ മുതലല്ല എന്നർത്ഥം ചെറിയ സാധനം തന്നത് അപ്പൊ അറമിയാലെ അതിന്റെ മേലെ ആ വില്ല് എടുത്തിട്ട് ഞാൻ എറിയട്ടെ ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ വഴിയിൽ ഞാൻ ആ വില്ല് കൊണ്ടുപോകട്ടെ അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഇൻകുന്ത തുഹിബ്ബു അൻ തുതവ്വിഖ തൗകം മിന്നാരിൻ ഫഖ്ബൽഹാ ഇൻകുന്ത തുഹിബ്ബു നീ ഇഷ്ടം വെക്കുന്നവനാണെങ്കിൽ അൻ തുതവ്വിഖ തൗകം മിന്നാരിൻ നരകത്തിനാലുള്ള ഒരു മാല നീ അണിയലിനെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ഫഖ്ബൽഹാ അതിനെ നീ സ്വീകരിച്ചോ. ഇവിടെ എന്തുകൊണ്ടാണ് നബി തങ്ങൾ ഇവിടെ ഇതിനെ എതിർത്തത് എന്നത് ചിന്തിക്കേണ്ടതാണ്. ഈ തെളിവ് ഇടിച്ചിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചാൽ പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാര് എന്താക്കിയത് തെളിവിടിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ നബിതങ്ങൾ അവിടെ ഏറ്റവും വലിയ കൂലി വാങ്ങാ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ദാവൂദ് ഇബ്നു മാജ എന്നവരൊക്കെയാണ്. ഏതായിരിക്കട്ടെ ഇതിനെ ചിലപ്പോ പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കും. മറ്റു വല്ല കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയതാണ് വിരോധിച്ചതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും.